എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് നല്ല ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. അതിൻ്റെ അകത്ത് നയനയ്ക്കോ ബാക്കിയുള്ള ആർക്കോ ഒരു സ്വാധീനം ചെലുത്താനൊന്നും പറ്റുന്നില്ല. ആദർശ് ദേവ്യാനിയോടും ജയനോടും സംസാരിക്കാനായിട്ട് വരുന്നു. അന്നേരവും ജയൻ ആദർശിനോട് പറയുന്നത്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അച്ഛൻ ഇന്ന് നിന്നെ വളരെ നിശിതമായിട്ട് വിമർശിച്ചു. പക്ഷേ അതൊന്നും കൂടിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് അത്യാവശ്യമായിരുന്നു. കാരണം നിന്നെ അത്രത്തോളം അച്ഛൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനത് സഹിക്കാൻ പറ്റത്തില്ല. ഇനി ഈ ടെൻഷൻ എല്ലാം കൂടെ കൂടി അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശൻ്റെ വിഷമം. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഞാനും അജയനും ഇതുപോലെ ഒരു സങ്കടം അച്ഛന് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നിന്നെ അത്രത്തോളം വിശ്വസിച്ചുകൊണ്ട് തന്നെ അച്ഛനിത് സഹിക്കാനും പറ്റില്ല. അബിയെ പണ്ടേ തള്ളിക്കളഞ്ഞേക്കുന്നതുകൊണ്ട് അബി എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ലാഘവത്തിലേ അച്ഛൻ എടുക്കുകയുള്ളൂ. അനിയാണെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് അച്ഛന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ നിന്നെ അത്രത്തോളം അച്ഛൻ വിശ്വസിച്ചു, ഒരിക്കലും ഇത് അച്ഛൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആദർശിനെ കുറ്റപ്പെടുത്തുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും എല്ലാവരുടെയും ആമർശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഈ വീട് വിട്ട് ഇറങ്ങുക എന്നതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുക. അന്നേരം ആകെ വിഷമമാവുന്നുണ്ട് ദേവേനിക്ക്. ദേവേനി പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്ത് തെറ്റിൻ്റെ കൂമ്പാരത്തിലാണ് അബി ഇവിടെ താമസിക്കുന്നത്. അവർക്ക് ഇവിടെ താമസിക്കാമെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അബിയല്ല ഞാൻ, എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ സ്ഥിതിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങും. എനിക്ക് മുത്തച്ഛനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മുത്തച്ഛനെ എന്നെ ഫേസ് ചെയ്യാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുവാണ് എന്ന് കരുതി ഞാൻ ഒരുപാട് ദൂരേക്കൊന്നും അല്ല പോകുന്നത്, ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നു. അന്നേരം ജയൻ പറയുന്നുണ്ട്, എടാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ ഈ വീട് വിട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദർശ് പറയും, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, എനിക്ക് ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച് തന്നെ ഈ വീട്ടിൽ നിൽക്കണം. അതുകൊണ്ട് എൻ്റെ ഭാഗത്തെ തെറ്റ് തിരുത്തിയിട്ട് ഞാൻ ഇനി ഈ വീട്ടിലോട്ട് തിരിച്ച് കയറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്കിത് സഹിക്കാൻ പറ്റിയല്ല, നീ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ, അമ്മയെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ, നയനമോൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നയനെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾ അത് സമ്മതിച്ചു എന്ന് പറയുമ്പം അവൾ നല്ല മനസ്സോടുകൂടി സമ്മതിച്ചോ എന്ന് ചോദിക്കുക ദേവേനി. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, അവളത് ഉൾക്കൊണ്ടു. അതുകൊണ്ട് ഇനി ആരും എന്നെ തടയാൻ നിൽക്കണ്ട, ഞാനിവിടുന്ന് ഇറങ്ങും. ഇനി തടഞ്ഞാലും ഞാനിവിടുന്ന് ഇറങ്ങും. എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, അത് നിറവേറ്റിയിട്ടേ ഞാൻ ഇനി വീട്ടിലോട്ട് തിരിച്ചു കയറി വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പം ദേവയാനി ജയനോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കേട്ടിട്ട് ജയേട്ടൻ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. അന്നേരം ജയൻ പറയുവാണ്, അവനെ അച്ഛൻ വിമർശിച്ചു എന്ന് കരുതി അവൻ വീട് വിട്ടു പോകും എന്നൊന്നും ഞാൻ ഓർത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ വിമർശിച്ചു ശരിയാണ്, പക്ഷെ അതിനൊപ്പം കൂടി നിന്ന ജയേട്ടനെ എന്തിനാ അവനെ വിമർശിച്ചത്? അവനൊരു തെറ്റുപറ്റി എന്ന് കരുതി എല്ലാവരും കൂടി അവനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ കുടുംബത്തിനും കമ്പനിക്കും വേണ്ടി അല്ലായിരുന്നോ അവൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് എന്നൊക്കെ ദേവേനെ ചോദിക്കുന്നുണ്ട്. ന്യായമായ ചോദ്യം. അന്നേരം അതിൻ്റെ കൂടെ ദേവേനെ പറയുവാണ്, അച്ഛനോട് പറ അവനോടൊന്ന് സംസാരിക്കാൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചെടുക്കുക, അതുപോലെ ഒരുപാട് ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കരുത് എന്നൊക്കെ ഒന്ന് പറ എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, അച്ഛനോട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല, അച്ഛൻ ഇപ്പം തന്നെ ആകെ ദേഷ്യത്തിലാണ്, ഇതുവരെ അച്ഛൻ ഇത്രയും ദേഷ്യത്തോടെ ഒരാളോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നു. അന്നേരം ദേവേനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മകൻ ഈ വീട് വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ജയനും സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ ആദർശ് ഒരു തീരുമാനം എടുത്തു, മുത്തച്ഛനോട് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല ജയൻ, അതുകൊണ്ട് ജയനും മിണ്ടുന്നില്ല. പിന്നീട് ആദർശും നയനയും കൂടെ സംസാരിക്കുന്നതാട്ടോ കാണിക്കുന്നത്. ഇന്ന് സംസാരിക്കുമ്പോൾ ആദർശ് ഇത്തിരി വെളിവോട് കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അയ്യോ, നന്മമരമായ ഭാര്യ പറയുന്നത് മൊത്തം കേട്ടേക്കാം എന്നൊന്നും പറയുന്നില്ല. നല്ല രീതിയിൽ നയനോട് സംസാരിക്കുന്നുണ്ട്. നയന ആകെ വിഷമത്തോടെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെ കരയല്ലേ, ഞാൻ നിന്നെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, പിന്നെ നീ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പം ആദർശേട്ടനില്ലാതെ ഇവിടെ നിൽക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അബി ഇവിടെ നിൽക്കുന്നുണ്ട്, അവൻ തെറ്റിൻ്റെ കൂമ്പാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ, നമ്മൾ മുത്തച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ മുത്തച്ഛന് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നറിഞ്ഞപ്പം MD സ്ഥാനം ഒഴിവാക്കി കൊടുത്തില്ലേ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പൊരുതിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ സാധിക്കില്ല, കാരണം ഈ വീടിനുള്ളിൽ തന്നെ ശത്രു
ശത്രുക്കളുണ്ട്. എൻ്റെ ഓരോ നീക്കവും ഞാൻ എന്ത് ചിന്തിച്ചാലും അത് AN ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കാൻ ഇവിടെ അഭിയും അപ്പച്ചിയും അതുപോലെ നവ്യയും ഒക്കെ ഉണ്ട്. നവ്യയാണെങ്കിൽ അവരുടെ മോഡലാണ്, അതും 2 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് വെച്ചേക്കുന്ന മോഡലാണ്. അവൾക്കിപ്പം നമ്മളോടൊന്നും അല്ല കൂറ്. അവൾ മിക്കവാറും ചിന്തിക്കുന്നത് AN ജ്വല്ലറിയുടെ ഉയർച്ചയെക്കുറിച്ചായിരിക്കും, നമ്മളുടെ തകർച്ചയെക്കുറിച്ചായിരിക്കും. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം നവ്യ പറയുവാണേ, എനിക്കിപ്പം എൻ്റെ ചേച്ചി ആണെങ്കിൽ പോലും ചേച്ചിയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുമ്പം എനിക്ക് വെറുപ്പ് തോന്നുവാണ്, ചേച്ചിയോട് വെറുപ്പ് തോന്നുവാണ് എന്നാണ് ഈ നന്മമരം ഇരുന്ന് പറയുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരിക്കലും നവ്യയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം നവ്യ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആ സത്യങ്ങൾ മൂടി വയ്ക്കുന്നിടത്തോളം കാലം നവ്യയുടേതായ രീതിയിൽ തന്നെ പ്രതികരിക്കും. അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം നവ്യ അറിയിക്കണമായിരുന്നു. ഇനിയിപ്പം സത്യങ്ങൾ അവളെ അറിയിച്ചിട്ടും കാര്യമില്ല. കാരണം 2 വർഷത്തേക്കാണ് അവൾ AN ജ്വല്ലറിയിൽ പോയി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യാൻ അവൾക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് ഇനി പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ആദർശ് തുറന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെയും നയന ആകെ വിഷമത്തിൽ ആദർശേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്കറിയാലോ നീ പ്രഗ്നൻ്റ് ആണ് എന്ന്. ഇപ്പം എൻ്റെ കൂടെ നിന്നെ കൊണ്ടുപോയി എനിക്ക് നിന്നെ ശരിക്കും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ തിരക്കിലേക്കാണ് ഇനി പോകുന്നത്. അതുകൊണ്ട് തന്നെ 7 മാസമാകുമ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാമല്ലോ, നിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, എന്നെ 7 മാസം ആയാലും അങ്ങോട്ട് വിടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ചടങ്ങ് നടത്തിയിട്ട് പിന്നെയും ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കണം. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നെ തടയാൻ വരരുത് എന്ന് ആദർശ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരോട് കിടക്കുവാണ്. ആകെ സങ്കടപ്പെട്ട് കാര്യമൊക്കെ ചെയ്യുമ്പോൾ ആദർശ് പിന്നെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ കിടന്ന് ഉറങ്ങുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്ന നയനയാണ് കാണിക്കുന്നത്. അപ്പം നയനയുടെ അടുത്തോട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനിക്ക് ആകെ വിഷമമാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ അവനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ മേലായിരുന്നോ, അവൻ്റെ ഈ തീരുമാനം ഒന്ന് മാറ്റിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു, പക്ഷേ ആദർശേട്ടൻ ആ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകില്ല എന്ന് പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, തെറ്റുകൾ ഒരുപാട് ചെയ്ത അബി ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അതിന് ഒരു വിലക്കുമില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്താണ് ആദർശിൻ്റെ കാര്യത്തിൽ മാത്രം മോൾക്ക് മുത്തശ്ശനോടൊന്ന് പറയാൻ മേലായിരുന്നോ, ആദർശനോടൊന്ന് സംസാരിക്കാൻ പറയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശനും ആകെ ദേഷ്യത്തിലാണ്, മുത്തശ്ശനോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എനിക്കറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് നയന. ശരിക്കും ഈ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾക്ക് കാരണം നയനയുടെ ഈ നന്മമരം സ്വഭാവമാണ്. കാരണം ആ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നവ്യ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നവ്യ AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകില്ലായിരുന്നു, അവിടെ പോയി എഗ്രിമെൻറ്റ് വെക്കില്ലായിരുന്നു. ഇനി അഭിയാണ് തെറ്റുകാരൻ എന്ന് അറിഞ്ഞാൽ തന്നെ ആ എഗ്രിമെൻറ്റിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല നവ്യയ്ക്ക് അവിടെ തന്നെ പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ. നവ്യനും വലിയൊരു കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ് നയന ചെയ്തത്. അതിന് പറയുന്ന പേര് ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനാണ് എന്ന ന്യായവും. പിന്നെ കാണിക്കുന്ന അവന്തികയാണ്. അവന്തിക ഭയങ്കര സന്തോഷത്തോടെ നാഗേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ മൂർത്തി ജ്വല്ലറി താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ആ പതനം ഞാൻ പൂർത്തിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അത് കേൾക്കുന്ന അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശനേക്കാൾ മുകളിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ആദർശേട്ടനെ നിഷ്പ്രഭമാക്കി കളഞ്ഞു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നല്ല വിശ്വാസമുണ്ട്, എൻ്റെ അമ്മയും ഏട്ടനെയും ഒക്കെ കഷ്ടപ്പെടുത്തുന്ന എല്ലാവരെയും എൻ്റെ അച്ഛൻ വരച്ച് വരയെ കൊണ്ടുവരും, അവരെല്ലാം തകർത്തെറിയും എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നവ്യയുടെ കാര്യം. നവ്യയും അഭിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, എനിക്കതിനോട് ഒരു താല്പര്യമില്ല, അവളെ പണ്ടേ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്ത് കളയേണ്ടതായിരുന്നു. ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നത് തന്നെ കള്ളത്തരത്തിലൂടെയാണ്. അതുകൊണ്ട് അവളും ഏട്ടനും മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിൽ എനിക്കൊരു അഭിപ്രായമില്ല, എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുവാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെയും ഒരു കള്ളക്കളി നടന്നു, അത് അഭിയായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇന്ന് നവ്യ ആദർശിൻ്റെ ഭാര്യയായിട്ടിരുന്നേനെ. ആ കുടുംബത്തെ മൊത്തം കയ്യിലിട്ട് അമ്മാനം ആടുന്ന ആ നയന എന്ന് പറയുന്നവൾ ആ വീട്ടിലേക്ക് വരത്തില്ലായിരുന്നു. ഏതായാലും നവ്യയുടെ പതനവും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചത്. അതിലൂടെ അവളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒറ്റയടിക്ക് അവളെ നശിപ്പിക്കും ഞാൻ, അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് നാഗേന്ദ്രൻ പറയുന്നത്. ഇപ്പോൾ ഓർത്ത് നോക്കിയേ, നയന ആ കാണിച്ച പ്രവൃത്തി കൊണ്ട് നവ്യയുടെ ജീവിതം കൂടുതൽ താറുമാറാകാൻ പോവുകയാണ്, ഒരുപാട് സന്തോഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വീഴാൻ പോവാണ്.
അതുപോലെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആദർശ് പടിയിറങ്ങി ഇനിയിപ്പോൾ മൂർത്തിയൊന്നും ആ കമ്പനിയുടെ തലപ്പത്തേക്ക് വരികയില്ല. പിന്നെ അനിയോ വേറെ ആര് വന്നാലും ആ കമ്പനിയെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ കമ്പനി തകർന്നടിയും. പിന്നെ AN ജ്വല്ലറി ആയിരിക്കും ഒന്നാം സ്ഥാനത്ത്. അതിൻ്റെ തലപ്പത്തേക്ക് ഞാൻ അഭിയെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നിടം വരെ നിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യമൊന്നും നീ ആരോടും പറഞ്ഞേക്കരുത്. പക്ഷേ അങ്ങനെ അഭിയെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നാലും എൻ്റെ സ്വത്തുക്കളെല്ലാം നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അവകാശം ഞാൻ നിനക്കേ തരുവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, വേണ്ട അച്ഛ, എനിക്ക് അച്ഛൻ്റെ സ്വത്തൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ ഇത്രയും സ്നേഹമുള്ള അച്ഛനെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കാണാൻ പറ്റിയാൽ മതി, അതുമാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ഏതായാലും ഭയങ്കര സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു പോരുന്നത് അവിടുന്ന്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയാണ്. ആദർശ് രാവിലെ പോകാൻ വേണ്ടി പെട്ടിയൊക്കെ പാക്ക് ചെയ്തു റെഡിയാക്കി വെച്ചേക്കുന്നു. നയനയോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. നയനെ സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഈ തീരുമാനം മാറ്റാൻ പറ്റുമോ എന്ന്. അന്നേരം ആദർശ് പറയും, പറ്റത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങോട്ട് മുംബൈയിൽ നിന്ന് വന്നത് തല കുനിച്ചാണ്, അപമാന ഭാരത്താലാണ്. മുത്തശ്ശൻ ഒരുപാട് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ചു, അത് എൻ്റെ മനസ്സിനെ കീറി മുറിച്ചു. ഇനി എൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഞാനിവിടെ നിൽക്കില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നേക്കുമായിട്ടൊന്നുമല്ല. ഞാൻ ഇനി തിരിച്ചു വരുന്നത് തല ഉയർത്തിപ്പിടിച്ചായിരിക്കും. എൻ്റെ മുത്തശ്ശന് എന്നിൽ അഭിമാനം തോന്നുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. അന്ന് മുത്തശ്ശൻ പറയും, ഈ കമ്പനിയും കുടുംബവും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കും, നീ അത് തെളിയിച്ചു എന്ന് മുത്തശ്ശൻ പറയും. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് ആദർശ് തുറന്നു പറയുന്നുണ്ട്. പിന്നെയും ആകെ വിഷമമാണ്, കുറേ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് നയന ആദർശിനെ പിടിച്ചു നിർത്താൻ വേണ്ടി. പക്ഷേ ആദർശ് ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശൻ്റെ മനസ്സിൽ പല തീരുമാനങ്ങളും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആദർശൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പം ഇവിടെ വളരെ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. തെറ്റുകൾ ചെയ്തിട്ടും അത് മറച്ചു വെച്ച് ഇവിടെ സന്തോഷിക്കുന്ന അവരുടെ മുഖം എനിക്ക് കാണേണ്ടി വരും. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ വിഷമമാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഈ വീട്ടിലുള്ളവർ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ സത്യം തുറന്നു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ പേരിൽ കുറേ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. അതിൻ്റെ കൂടെ നിൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ വീട്ടുകാർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആദർശ് പറയുന്നുണ്ട്. ശരിയാണ്, നവ്യയോട് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ നന്മ ഉണ്ടാകുമായിരുന്നു, അതെല്ലാം ബ്ലോക്കായി. ഇനിയിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കട്ടെ അനിയത്തി. ഏതായാലും ആകെ വിഷമിച്ച് നയന ഇതൊക്കെ കേൾക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം ആദർശ് ചോദിക്കും, നീ എവിടെ പോകുക എന്ന്. അന്നേരം എനിക്ക് അമ്മയൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് വിഷമത്തോടെ. ഇനി അമ്മയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരിക്കും പോകല്ലേ എന്ന്. എന്തായാലും നയന ദേവേനയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴും ഉറച്ച തീരുമാനത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.